അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽപർസലാൻ സെൽജൂക്കി രാജവംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരികളിൽ ഒരാൾ. അതുപോലെ രണ്ടാമത്തെ സുൽത്താൻ എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. മുഹമ്മദ് ബിൻ ദാവൂദ് ചാഗ്രിബൈ എന്ന പേരാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമം. 1029 ജനിച്ചതായും 1072 മരണപ്പെട്ടതായുമായിട്ടാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. സുൽത്താൻ അൽപർസലാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് തുർക്കി ഈ ഒരു സാഹചര്യത്തിൽ ഈ സീരീസ് ഇപ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നും കൂടി അറിയേണ്ടതുണ്ട്. കാരണം ഏതൊരു സീരീസിൻ്റെ, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ കണ്ടൻ്റുള്ള, ഹിസ്റ്റോറിക്കൽ കണ്ടൻ്റുള്ള ഏതൊരു പ്രൊഡക്ഷനും, പ്രത്യേകിച്ച് ദൃശ്യശ്രാവ്യ മേഖലകളിലുള്ള പ്രൊഡക്ഷനെല്ലാം അതിൻ്റേതായ സാമൂഹിക രാഷ്ട്രീയ ചരിത്ര പശ്ചാത്തലവും കൂടിയുണ്ട്. നിലവിൽ അൽപർസലാൻ സീരിയൽ, അതിന് മുമ്പ് വന്ന മലിക് ഷായുടെ ബുയൂക്ക് സെൽജൂക്ലു ആദ്യത്തെ ഭാഗവും ഗ്രേറ്റ് സെൽജൂക്കിൻ്റെ ആദ്യത്തെ ഭാഗവും ആക്ച്വലി സമകാലിക തുർക്കിയുടെ പ്രാദേശിക രാഷ്ട്രീയവുമായും കൂടി ബന്ധപ്പെട്ടതും ആണ്. എങ്ങനെയെന്നാൽ അർമീനിയയുമായിട്ട് പ്രധാനമായ ഒരു യുദ്ധ സന്ദർഭത്തിലാണ്, ഒരു ശീതയുദ്ധം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തുർക്കി ഉള്ളത്. ഗ്രീസ് എന്നത് തുർക്കിയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു ശത്രു രാജ്യമായിട്ട് ഗ്രീസ് സ്വയം കാണുന്നതാണ്. ഗ്രീസ് ഞങ്ങളൊരു ശത്രുരാജ്യം പോലെയാണ് തുർക്കിനെ കാണുന്നത്. അതുമാത്രമല്ല, സൈപ്രസ്, 2 തരത്തിലുള്ള സൈപ്രസുകളുണ്ട്. ഒന്ന് തുർക്കി സൈപ്രസ് ഉണ്ട്, മറ്റേത് ഗ്രീക്ക് സൈപ്രസും ഉണ്ട്. 2ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ കാരണം ഈ ഗ്രീക്ക് ജനത, ഗ്രീക്ക് ക്രിസ്ത്യൻസ്, അതുപോലെ തന്നെ അർമീനിയൻ ക്രിസ്ത്യൻസ്, ഇവരെല്ലാം ഈ ഭാഗങ്ങളിൽ, അനത്തോളിയ അടക്കമുള്ള ഗ്രീക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സജീവമായിരുന്നു. ആ ഒരു ചരിത്ര പശ്ചാത്തലവും കൂടി ഇതുണ്ട്. കാരണം അർമീനിയ തുർക്കിയുമായി ബന്ധപ്പെട്ട് നിരവധി കാലങ്ങളായി ഒരു വംശഹത്യയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ നിലവിൽ നടന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട്, അസർബൈജാനിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും അതിൻ്റെ കൂടെയുണ്ട്. അർമീനിയക്കെതിരെ അസർബൈജാനെ തുർക്കി സപ്പോർട്ട് ചെയ്തതും അതും ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്തംബൂൾ, കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ കീഴടക്കൽ, അയാ സോഫിയ, ഒരു മുസ്ലിം കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ അയാ സോഫിയ ഒരു വലിയ കേന്ദ്രമായി മാറുകയും കോൺസ്റ്റാന്റിനോപ്പിൾ മാറ്റി ഇസ്താംബുളായി മാറുകയൊക്കെ ചെയ്തൊരു പശ്ചാത്തലത്തിൽ നിന്ന് ഇപ്പോൾ വീണ്ടും അത് പള്ളിയാക്കി മാറ്റിയ ചരിത്രത്തിൽ അത് വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയ രാഷ്ട്രം കൂടിയാണ് ഗ്രീസ്. ഈ ഗ്രീസും അർമീനിയയും തുർക്കിയുടെ അതിർത്തി പ്രദേശങ്ങളാണ്. ഇപ്പോഴും ചരിത്രം പറഞ്ഞുകൊണ്ട് ഇരു രാഷ്ട്രങ്ങളും അവിടുത്തെ രാഷ്ട്രീയത്തെ ശക്തമായി ഒരു ചോദ്യചിഹ്നത്തിൽ നിർത്തുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. ഒരു പക്ഷേ ഇതൊക്കെ ആവാം തുർക്കിക്ക് അവരുടെ മുൻകാല ചരിത്രത്തെ മുന്നോട്ട് വെക്കുകയും അതിൽ കൂടി അവരുടെ ഒരു മുസ്ലിം കണക്ഷൻ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു മുസ്ലിങ്ങളുടെ ആധിപത്യത്തെയും പ്രതാപകാലത്തെയും ചിത്രീകരിക്കുന്നതും കൂടിയാണ് ഈ സീരീസിൻ്റെ ഒരു ഭാഗം. മറ്റൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്, തുർക്കി കൗൺസിൽ എന്ന പേരിൽ ഇപ്പോൾ അവസാനം ഇന്നലെ പോലും നടന്ന എർദുഗാൻ വിവിധ സെൻട്രൽ ഏഷ്യൻ രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു കൗൺസിൽ നടത്തുകയുണ്ടായി. തുർക്കിയാണ് അതിൻ്റെ നേതൃത്വത്തിലുള്ളത്. ഈ ഇപ്പോൾ നടക്കുന്ന ബുയൂക്ക് സെൽജൂക്ലുവിൻ്റെ 2 സീരീസും കസാക്കിസ്ഥാനുമായും കൂടി ചേർന്നുകൊണ്ടാണ് ഈ സീരീസിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. തുർക്കിയും കസാക്കിസ്ഥാനും ചേർന്നുകൊണ്ടാണ്. ഈ രാഷ്ട്രങ്ങളിലെയും കലാകാരന്മാരുടെ ഒരു സംയുക്ത സംരംഭമാണ് ഈ സീരീസുകൾ. അപ്പം അതും കൂടി ഒരു തുർക്കി കൗൺസിലിൻ്റെ ഷെയർഡ് കൾച്ചറുള്ള, ഷെയർഡ് ഹിസ്റ്ററിയുള്ള, ഷെയർഡ് പൊളിറ്റിക്സ് ഉള്ള ഒരു പ്രാദേശിക ശക്തികളുടെ, രാഷ്ട്രങ്ങളുടെ ഒരു സമന്വയനം കൂടിയാണ് ഈ സീരീസ് എന്നത്. ഒരു പൊളിറ്റിക്കൽ, സോഷ്യോ പൊളിറ്റിക്കൽ, റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയുള്ള സീരിയലുകൾക്ക് പുറകിലുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവരെല്ലാവരെയും കണക്ട് ചെയ്യുന്ന ആളാണ് അൽപർസലാൻ. അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് ചാഗ്രിബേയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതൃവ്യൻ, അതായത് ചാഗ്രിബേൻ്റെ സഹോദരനായിരുന്ന തുഗ്രുൽ ബേഗും, ഇവർ രണ്ടുമാണ് യഥാർത്ഥത്തിൽ ആ ഭാഗങ്ങളിൽ
ഏഷ്യ മൈനർ അടക്കമുള്ള പ്രത്യേകിച്ച് ഇറാന്റെ ഭാഗങ്ങൾ, ബാഗ്ദാദിന്റെ ഭാഗങ്ങൾ, ഇന്ന് അനത്തോളിയന്റെ സൈഡിൽ ചേർന്ന് കിടക്കുന്ന ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു തുർക്കിക് വംശജരായിരുന്ന ഭരണാധികാരികൾ. അതിൽ ചാഗരി ബേഗ് ഈ റൂറൽ ഏരിയയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തതെങ്കിൽ ബാഗ്ദാദിൻ്റെയും ഇറാനിൻ്റെയും ചില ഭാഗങ്ങളും ഒക്കെ കൂടുതൽ അധികാരം വാണിരുന്ന തുഗ്രിൽ ബേഗ്, അദ്ദേഹമാണ് സുൽത്താനായി അറിയപ്പെട്ടത്. ഇവരുടെയൊക്കെ പിതാമഹനായ സെൽജൂക്ക് എന്നതിലേക്കാണ്, അതുകൊണ്ടാണ് സെൽജൂക്ക് രാജവംശം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 990 ജനിക്കുകയും 1063 മരണമടയുകയും ചെയ്ത തുഗ്രിൽ ബേഗിൻ്റെ ആ നേതൃത്വത്തിലാണ് ബാഗ്ദാദിന് ശേഷമുള്ള ഭാഗങ്ങൾ മുഴുവനും ആ സെൽജൂക്ക് രാജവംശത്തിൻ്റെ കീഴിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയൊരു ചരിത്രം നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. കാരണം ഈ ഫാത്തിമി ഭരണകൂടം, ഇന്ന് ഷിയാക്കൾ എന്ന് വിളിക്കപ്പെടുന്ന ഫാത്തിമി ഭരണകൂടം അബ്ബാസി ഖിലാഫത്തിനെ അറ്റാക്ക് ചെയ്യുകയും ഖലീഫയെ തടവുപുള്ളിയായി വെക്കുകയും അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹം, അതായത് തുഗ്രിൽ ബേഗ്, ആ ഭാഗം അറ്റാക്ക് ചെയ്യുകയും അങ്ങനെ അബ്ബാസി ഖിലാഫത്തിനെ ഫാത്തിമി ഡൈനാസ്റ്റിയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്ത ഒരു ചരിത്രം. അതായത് ഇവിടെ ഒരു സുന്നി ഷീ ഡൈമെൻഷനും കൂടി കടന്നു വരുന്നു. ഇവർ സുന്നികളാണ്, ഫാത്തിമികൾ ഷിയാക്കളാണ്. അങ്ങനെ ഒരു സുന്നി ഷീ ഒരു പൊളിറ്റിക്കൽ ഡൈമെൻഷനും കൂടി ഇതിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു ചരിത്ര പ്രാധാന്യമുള്ള കഥാപുരുഷനും കൂടിയാണ് തുഗ്രിൽ ബേഗ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകനാണ് അൽപർസലാൻ. ഈ പിന്നീട് നമ്മൾ പറയുന്ന 1063 ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തുഗ്രിൽ ബേഗ് സ്വന്തമായി ആൺമക്കളില്ലാത്തതിനാൽ ഇദ്ദേഹത്തിൻ്റെ 2 മക്കളെ, അതായത് സുലൈമാനെയും അൽപർസലാനെയും പ്രധാനപ്പെട്ട എല്ലാ മേഖലയിലും ഗവർണറായും സൈനിക മേധാവികളായും പല യുദ്ധങ്ങളും അയക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ തുഗ്രിൽ ബേഗ് ഇളയ മകനായ സുലൈമാനാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുകയും അദ്ദേഹത്തെ ക്രൗൺ പ്രിൻസായി, യുവരാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അത് പിന്നീട് ഇവരുടെയൊക്കെ ജ്യേഷ്ഠാനിയന്മാരുടെ ചാഗരി ബേഗിൻ്റെയും തുഗ്രിൽ ബേഗിൻ്റെയും മരണത്തിന് ശേഷം സഹോദരന്മാർക്കിടയിൽ സ്വാഭാവികമായും മുസ്ലിം ഡൈനാസ്റ്റികൾ അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണല്ലോ, കുടുംബ വഴക്കുകൾ ഉണ്ടാവുകയും കൂടുതൽ ശക്തിയുള്ളവനും ബുദ്ധിയുള്ളവനും സ്വാധീനമുള്ളവനും സൈനിക പിൻബലമുള്ളവനും അധികാരത്തിലേറുക എന്നത് പണ്ട് മുതലേ മുസ്ലിം രാജവംശങ്ങളുടെ, പ്രത്യേകിച്ച് സെൻട്രൽ ഏഷ്യൻ മുസ്ലിം രാജവംശങ്ങളുടെയും ഒരു പ്രധാന സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുഗൾ ഡൈനാസ്റ്റിയുടെ കാലത്തും ഇതേ ചരിത്ര രീതി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അൽപർസലാൻ ഈ 1063 സുലൈമാനെ പരാജയപ്പെടുത്തുകയും വധിക്കുകയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അദ്ദേഹത്തിന് മുമ്പ് പ്രധാനമായി ഉയർന്നു വന്ന പല ആൾക്കാരും, കസീംസായ പല ആൾക്കാർ, കുടുംബബന്ധുക്കാർ, ചില ഭാഗത്ത് ഗവർണറായിക്കൊണ്ടായിരുന്ന ആൾക്കാരൊക്കെയും റിബലുകളായി പൊങ്ങി വരെയും അവരെയൊക്കെ പരാജയപ്പെടുത്തിയോ കൊന്നുകളഞ്ഞോ ഇല്ലാതാക്കിയോ ആ അധികാരം മുഴുവൻ നേടിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അൽപർസലാൻ സുൽത്താനായി, 2ാമത്തെ സുൽത്താനായി സെൽജൂക്ക് രാജവംശത്തിൻ്റെ ഭരണാധികാരിയായി അധികാരമേൽക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം. ഇവിടെ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ഇസ്ലാമിക ചരിത്രം പറയുമ്പോൾ ഒരു കൊലപാതകങ്ങളുടെയും ഇതേപോലെ തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും ചരിത്രം അത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു കാലഘട്ടത്തിൻ്റെ കൾച്ചർ, സംസ്കാരം, അവരുടെ രാഷ്ട്രീയ രീതികളെല്ലാം അവരുടെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലവും കൂടിയായി ബന്ധപ്പെട്ടതാണ്. ആരാണോ കൂടുതൽ ശക്തൻ അവർക്ക് ഈ ഭരണ പിൻബലമുണ്ടാവും, ഭരണകൂടത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടാവും. ആരാണോ കൂടുതൽ ബുദ്ധിമാൻ അവർക്ക് സപ്പോർട്ട് ഉണ്ടാവും. കൂടുതൽ മിലിറ്ററിയെയും പൊതുജനങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുന്നവന് അവർക്ക് സപ്പോർട്ട് ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് അൽപർസലാൻ അധികാരത്തിൽ വരുന്നത്. കാരണം സുലൈമാൻ ഇപ്പോൾ നമ്മൾ കാണുന്ന സീരിയലിൽ പോലും ഒരുപാട്, സുലൈമാൻ ചെറിയ ആളാണ്, പക്ഷെ ചരിത്രത്തിൽ കാണിക്കുന്ന ചെറിയ കുട്ടിയാണെന്നാണ് പറയുന്നത്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം വളരെ പ്രായപൂർത്തിയായ ബോധവാനായ ഒരു യുവാവായിരുന്നു എന്ന രീതിയിരിക്കുന്ന ചില പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പോലും പൊതുജനങ്ങൾക്കിടയിൽ കൂടുതൽ ഒരു പ്രീതി ലഭിച്ചിരുന്ന, എല്ലാവരും എലിജിബിളായി കണ്ടിരുന്നത് അൽപർസലാനെ ആയിരുന്നു. സൈന്യമാവട്ടെ, ഭരണമേഖലയിലുള്ള വിവിധ നോബിൾസ് ആവട്ടെ, ഇവരെല്ലാവരും അൽപർസലാനെയാണ് കണ്ടത്. അതുപോലെ തന്നെ അൽപർസലാന്റെ കൂടെ നിസാമുൽ മുൽക്കിനെ പോലുള്ള പ്രധാനപ്പെട്ട ബുദ്ധി കേന്ദ്രങ്ങളും കൂടെ ഉണ്ടായിരുന്നതും അൽപർസലാനെ അധികാരത്തിലേക്ക് വരുവാൻ, ബാക്കിയുള്ളവരെ പരാജയപ്പെടുത്തി അധികാരത്തിൽ നിൽക്കുവാനുമുള്ള വഴി തുറന്നു കൊടുക്കുകയാണ് ഉണ്ടായതായി നമുക്ക് കാണുവാൻ കഴിയും.
അൽപർസലാന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത അദ്ദേഹം നല്ലൊരു സൈന്യാധിപനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അധികാരത്തിലേറിയ പ്രദേശത്തിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന എല്ലാ പാവങ്ങളെയും പിടിച്ചടക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെ തന്നെ, ഉദാഹരണം ഈ ചെറിയ കുട്ടിയായിരുന്നുവെങ്കിലും മലിക് ഷായെയൊക്കെ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള മക്കളെയെല്ലാം ഒരു വലിയൊരു ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു കപ്പാസിറ്റി അദ്ദേഹത്തിന് ഉണ്ടായതായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത് വളരെ ഗ്രേറ്റ്, വളരെ ഓണസ്റ്റായ, വിശ്വസ്തനായ ഒരു കാര്യം, ഭരണകൂടത്തിൻ്റെ കാര്യം വളരെ സ്വതന്ത്രമായി സുതാര്യമായും കൊണ്ട് നടക്കുവാൻ കഴിയുന്ന, എന്നാൽ സുന്നി വിശ്വാസങ്ങളോട് കൂടുതൽ കമ്മിറ്റഡ് ആയ ഒരാളായിട്ടാണ് അൽപർസലാനെ ചിത്രീകരിക്കുന്നത്. അതുപോലെ തന്നെ സൈനിക മേഖലകളിലും ഭരണ മേഖലകളിലും നന്നായി ട്രെയിൻഡായ, നന്നായി പരിശീലനം ലഭിച്ച ഒരാളെന്ന നിലയിലാണ്. കാരണം ചാഗിരി ബേഗിൻ്റെയും തുഗ്രിൽ ബേഗിൻ്റെയും കാലത്ത് തന്നെ വിവിധ കാര്യങ്ങൾ, ഭരണകാര്യങ്ങളിലാവട്ടെ സൈനിക കാര്യങ്ങളിലാവട്ടെ ശക്തമായ ഒരു എക്സ്പീരിയൻസ് കാണിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ കൂടുതൽ നന്നായി മികവ് തെളിയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന ഒരു ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ വിശദീകരിച്ചുകൊണ്ട് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത അദ്ദേഹത്തിൻ്റെ പ്രാദേശിക മേഖലകൾ കൂടുതൽ വിപുലമാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ്. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖല പ്രത്യേകിച്ച് നിസാമുൽ മുൽക്കിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ടുമാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. ഈ നിസാമുൽ മുൽക്ക് എന്നാണ് പറയുന്നത്, നിസാമുൽ മുൽക്ക് എന്നാണ് അത് പ്രൊനൗൺസ് ഇംഗ്ലീഷിലും മറ്റുള്ള ഭാഷകളിലും ഉറുദു അല്ലെങ്കിൽ പേർഷ്യൻ, ടർക്കിഷ് ഭാഷകളിലൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര്, കാരണം അൽപർസലാൻ്റെയും മലിക് ഷാൻ്റെയും ചരിത്രത്തിൽ നിസാമുൽ മുൽക്കിൻ്റെ പരാമർശമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അൽപർസലാൻ കൂടുതൽ സൈനിക മേഖലകളിലും അദ്ദേഹത്തിൻ്റെ ദേശവ്യാപനങ്ങളിലും കൂടുതൽ ഫോക്കസ് നൽകിയ പശ്ചാത്തലത്തിൽ അതിനെ ഒരു ഭരണരംഗത്തിന് കൂടുതൽ സ്ട്രക്ചേർഡായ, സിസ്റ്റമാറ്റിക്കായ, കൂടുതൽ വെൽഫെയർ ഫോക്കസ്ഡ് ആയ ഒരു ഭരണ മേഖല രൂപപ്പെടുത്തിയെടുക്കുന്നതിനും നിലനിർത്തുന്നതിനും നേതൃത്വം നൽകിയത് നിസാമുൽ മുൽക്കാണ് എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. അബുൽ അലി ഹസൻ ഇബിൻ അലി ഇബിൻ ഇസ്ഹാഖ് അൽ തൂസി എന്നാണ് നിസാമുൽ മുൽക്കിൻ്റെ ഒറിജിനൽ മുഴുവൻ പേര്. 1118 19 ജനിക്കുകയും അതുപോലെ തന്നെ 1092 വധിക്കപ്പെടുകയും ചെയ്ത ഒരു കഥാപുരുഷനാണ് നിസാമുൽ മുൽക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകളിൽ അദ്ദേഹമായിരുന്നു പ്രധാനപ്പെട്ട ആൾ. അദ്ദേഹം സ്കോളറും കൂടിയാണ്. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ തിങ്കർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സിയാസത്ത് നാമ എന്ന് വിളിക്കപ്പെടുന്നത് പ്രധാനപ്പെട്ട ഒരു രചനയാണ്. ഭരണകൂടത്തിൻ്റെ രീതികൾ എങ്ങനെ പോകണം, നീതി മേഖലകളിലെ ഒരു സിസ്റ്റം എങ്ങനെ നിലനിൽക്കണം, അതുപോലെ തന്നെ ഒരു സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് സെൽജൂക്ക് രാജവംശത്തിൻ്റെ ഇൻ്റലിജൻസ്, ഒരു ബൗദ്ധിക വിഭാഗം, അതുപോലെ തന്നെ ചാര സംഘടന, ഇതിൻ്റെയൊക്കെ വർത്തമാനങ്ങളും അന്ന് സുന്നി മുസ്ലിം സമൂഹത്തിന്, അഹ്ലുസുന്നത്തിന് നേരെയെതിരെ ശക്തമായി വെല്ലുവിളി ഉയർത്തിയിരുന്ന ബാത്തിനി ഗ്രൂപ്പുകൾ, വിവിധ ഷിയഈ ഗ്രൂപ്പുകൾ, ഇസ്മായിലി ഗ്രൂപ്പുകൾ, ഹസൻ സബ്ബാഹിൻ്റെ നേതൃത്വത്തിലുള്ള ഹഷാഷീൻ, അസാസിൻ ഗ്രൂപ്പ്, ഇങ്ങനെ വിവിധ ഷിയഈ വിഭാഗത്തിൽ നിന്ന് രൂപപ്പെട്ട വിവിധ ഗ്രൂപ്പുകളുടെ ശക്തമായ ആക്രമണത്തെ എങ്ങനെ ചെറുക്കണമെന്നും കൂടി സംസാരിച്ച രചനയാണ് ഇത് സിയാസത്ത് നാമ. കാരണം ഇത് രചിക്കപ്പെടുന്നത്, ഇദ്ദേഹത്തിൻ്റെ വളർച്ച ഉണ്ടാവുന്നത് അൽപർസലാൻ്റെ കാലഘട്ടത്തിലാണ്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് സെൽജൂക്ക് രാജവംശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് മദ്രസകൾ, നിസാമിയ മദ്രസകളുടെ ശൃംഖല തന്നെ തുടങ്ങുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഇമാം ഗസാലിനെ പോലുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ, പ്രത്യേകിച്ച് അത് മലിക് ഷായുടെ കാലഘട്ടത്തിലാണെങ്കിൽ പോലും അത് നിസാമുൽ മുൽക്കിലൂടെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് കൊണ്ട് നിസാമുൽ മുൽക്കിനെ അൽപർസലാനാണ് നിയോഗിച്ചത് എന്നതുകൊണ്ടും അൽപർസലാൻ്റെ കോൺട്രിബ്യൂഷനിലേക്ക് ചേർത്ത് വായിക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഈ നിസാമിയ സ്ഥാപനം തന്നെ സെൽജൂക്ക് രാജവംശത്തിൻ്റെയും തുർക്ക് വംശത്തിൻ്റെയും ഒരു ചരിത്രത്തെ ഊന്നുന്ന ഒരു മദ്രസ ശൃംഖല കൂടിയാണ്. അതുപോലെ തന്നെ സുന്നി അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസ ആചാര സംരക്ഷണത്തിന് കൂടുതൽ ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെ തുടങ്ങിയ സ്ഥാപനവും കൂടിയാണ്. അപ്പോൾ ഈ അഹ്ലുസുന്നത്തിൻ്റെ ആചാര വിശ്വാസ സംരക്ഷണം എന്ന് പറയുമ്പോൾ അൽപർസലാൻ്റെ അദ്ദേഹത്തിൻ്റെ മത, സാമൂഹിക, രാഷ്ട്രീയ വീക്ഷണവും കൂടി ഇതിൽ ചേർത്ത് വായിക്കേണ്ടതാണ് എന്നാണ് ഈ മദ്രസകളുടെ
ഒരു പശ്ചാത്തലത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ് എന്നും കൂടിയാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുപോലെ തന്നെ ഈ അൽപർസലാന്റെ കാലഘട്ടത്തിൽ നിരവധി യുദ്ധങ്ങൾ ഉണ്ടാവുന്നതായി ഞാൻ പറഞ്ഞിരുന്നു. നിരവധി ഭാഗങ്ങളിലേക്ക് അൽപർസലാന്റെ അധികാരങ്ങൾ വ്യാപിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിൽ പ്രധാനമായി നമുക്ക് ചേർത്ത് വെക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ചില ഭാഗങ്ങൾ നോക്കുക. സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിൽ, അതായത് ഇന്നത്തെ നമ്മൾ കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ അടക്കമുള്ള 5-6 സ്റ്റേറ്റുകൾ അടക്കമുള്ള സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിൽ അദ്ദേഹം ഗസ്നബികളുടെ ഒരു അധികാര കേന്ദ്രം ആ ഭാഗത്തുണ്ടായിരുന്നു. പലപ്പോഴും അവരെ പരാജയപ്പെടുത്തുകയും അവരുടെ മക്കൾ പരമ്പരയിലെ ഭരണകർത്താക്കളെ പരാജയപ്പെടുത്തുകയും അവരുമായി കൂടുതൽ യുദ്ധത്തിലും സംഘർഷത്തിലും ഏർപ്പെടാതിരിക്കുവാൻ വേണ്ടി ഒരു ട്രൂസ്, ഒരു സന്ധികൾ രേഖപ്പെടുത്തുകയും നെഗോസിയേഷൻസ്, ഒരുപാട് ചർച്ചകൾ നടത്തുകയും ചെയ്ത ആളും കൂടിയാണ്. കാരണം പരമാവധി ഒരു സ്റ്റെബിലിറ്റി, ഒരു ഭാഗത്ത് ഒരു സുസ്ഥിരത നിലനിൽക്കുകയാണെങ്കിൽ മറ്റൊരു വിഷയത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിൽ അദ്ദേഹം കാണിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആഫ്രിക്കൻ ഭാഗങ്ങളിൽ, നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിൽ, അവിടെയാണ് ഈ ഫാത്തിമി ഡൈനാസ്റ്റി, ഷീ വിവിധ വിഭാഗങ്ങളുടെ ശക്തമായ വെല്ലുവിളി ഉണ്ടായിരുന്നത്. അവരെയൊക്കെ പല സന്ദർഭങ്ങളിൽ അവർക്കെതിരെ ഒരു പോരാട്ട മുഖം നിർണയിക്കുന്നതിലും രൂപപ്പെടുത്തുന്നതിലും അൽപർസലാന്റെ റോള് വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. അതുപോലെ തന്നെ ഈ ഫാത്തിമി ഡൈനാസ്റ്റിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെയാണ് ഹസൻ സബ്ബാഹിനെ പോലുള്ള ആൾക്കാർക്കെതിരെ ഹസൻ സബ്ബാഹ് രൂപപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് അൽപർസലാന് ശേഷം ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഹസൻ സബ്ബാഹ് ഈ കോർട്ടിൽ തന്നെ വർക്ക് ചെയ്ത ആളാണ്. പിന്നീടാണ് ഫാത്തിമികളുടെ ഒരു പൊളിറ്റിക്കൽ പാട്രണേജ് സ്വീകരിക്കുകയും അതിനു വേണ്ടിയിട്ട് അവരുടെ റിവൈവലിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്ത അൽമുത്ത്, ഇറാന്റെ ഒരു വിദൂര ഭാഗത്തുള്ള അൽമുത്ത് ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു ഭരണകൂടം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ഇവരുടെ രണ്ടുപേരുടെയും കാലഘട്ടത്തിലാണ്. അപ്പോൾ ഹസൻ സബ്ബാഹിനെ പോലുള്ള ഈ അസാസിൻസുകളുടെ ശക്തമായ ഒരു വെല്ലുവിളിയും ഇദ്ദേഹം നേരിട്ടതായും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇതിനെയൊക്കെ അദ്ദേഹം ഏറെക്കുറെ സ്ട്രാറ്റജിയോടുകൂടി നേരിട്ടതാണെങ്കിൽ മിലിറ്ററി ശക്തമായി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കൂടുതൽ കൈകാര്യം ചെയ്തത് അർമീനിയ, ജോർജിയ, അതുപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ സൈന്യം അല്ലെങ്കിൽ അവരുടെ അധികാര സ്വാധീനം എന്നുള്ള മേഖലകളിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ ചെലുത്തിയതായിട്ടും നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണ് ഇപ്പോൾ ഒരു പക്ഷേ എല്ലാവരും അറിയാവുന്ന ഒരു പേരാണ് അനി കാസിൽ, അനി കൊട്ടാരം അല്ലെങ്കിൽ അനി കോട്ട എന്ന് വിളിക്കപ്പെടുന്ന അവിടെ ഈ ഒരു ക്രിസ്ത്യൻസ് ഭരണാധികാരം ഉണ്ടായിരുന്ന ഭാഗം 1064 ഈ അനി കാസിൽ പിടിച്ചെടുക്കുകയും അർമീനിയൻ ഭാഗത്ത് കേന്ദ്രീകരിച്ച സ്ഥലമാണത്. അതിന് പിടിച്ചടക്കുകയും പിന്നീട് വിവിധ ഭാഗങ്ങളിലേക്ക്, അവിടുന്ന് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ദേശവ്യാപനം നടത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ ബൈസാന്റിയനുമായിട്ട് നിരവധി അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കുകളും കൗണ്ടർ അറ്റാക്കുകളും നടക്കുന്നു. 1071 വരെ ഈ അറ്റാക്കുകൾക്കിടയിലും പലതരം സന്ധികളും നടത്തുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ 1071 മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാവുന്നുണ്ട്. അതാണ് നമുക്കെല്ലാവരും ചരിത്രപ്രസിദ്ധമായ ഒരുപാട് പോപ്പുലർ കൾച്ചറുകളിലും കഥകളിലും ആധുനിക തുർക്കിക് ഏരിയയുടെയും റീജിയന്റെയും തുർക്കി ദേശീയതയുടെയും എല്ലാം ഒരു പ്രധാനപ്പെട്ട ചരിത്ര ബിന്ദുവായി കണക്കുകൂട്ടുന്ന മൻസിക്കർത്ത് അല്ലെങ്കിൽ മലാസ്ഗിർത്ത് ബാറ്റിൽ ഉണ്ടാവുന്നത്. 1071 ഇത് സംഭവിക്കുന്നത്. അന്നത്തെ ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ എംപററായിരുന്ന ചക്രവർത്തിയായിരുന്ന റോമനോസ് 4-ന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു യുദ്ധം ഉണ്ടാവുന്നത്. അദ്ദേഹം എന്തുകൊണ്ടാണ് യുദ്ധത്തിന് തയ്യാറായത് എന്ന ഒരു ചർച്ചയും കൂടി ഇതിൻ്റെ ഭാഗത്തുണ്ട്. എന്തിനാണ് അദ്ദേഹം യുദ്ധത്തിന് വന്നത്? അത് ഇദ്ദേഹം പറയണത്, ഇദ്ദേഹത്തിന് യുദ്ധം വരാൻ കാരണം ഈ റോമനോസ് 4 ഒറിജിനലി ഒരു ചക്രവർത്തിയുടെ പിന്മുറക്കാരനല്ല. അതായത് അദ്ദേഹത്തിന് അധികാരം ഏൽപ്പിച്ച് കിട്ടിയതല്ല. അന്നത്തെ കോൺസ്റ്റന്റൈൻ 10ന്റെ എംപറർ ആയിരുന്ന കോൺസ്റ്റന്റൈൻ 10ന്റെ വിധവയെ വിവാഹം കഴിച്ചതോടുകൂടിയാണ് ഇദ്ദേഹം എംപററായി മാറുന്നത്, ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ എംപററായി മാറുന്നത്. അപ്പോൾ തനിക്കും
ഒരു ചക്രവർത്തിയായി നിലനിൽക്കുവാനുള്ള അധികാരമുണ്ട്, കഴിവുണ്ട് എന്ന് കാണിക്കുക എന്നുള്ള ഉദ്ദേശവും, അതുപോലെ തന്നെ അനത്തോളിയൻ്റെ ഇവരുടെ അധികാര കേന്ദ്രമായിരുന്ന അനത്തോളിയൻ കുനിയൻ ഭാഗത്ത് നിന്ന് അതിൻ്റെ ബോർഡറിൽ നിന്ന് തുർക്കികളെ തുരക്കുകയാണെങ്കിൽ, അതായത് തുർക്കുമൻ ട്രൈബ്സിനെ, മുസ്ലിങ്ങളെ തുരത്തുകയാണെങ്കിൽ കൂടുതൽ അധികാരം അവരുടെ കയ്യിൽ തന്നെ വരികയും ഭാവിയിൽ പ്രശ്നമുണ്ടാവുകയില്ല എന്നൊക്കെ പലതരം ചിന്തകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റൊമനോസ് നാലാമൻ യുദ്ധത്തിന് വരികയും ചെയ്യുന്നത്. ഈ ഒരു പശ്ചാത്തലമാണ് മെൻസിക്കർത്ത് എന്ന യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട പശ്ചാത്തലം. ഈ ഒരു യുദ്ധത്തിൽ നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഏകദേശം 2 ലക്ഷത്തോളം ആർമിയുമായിട്ടാണ് റമനോസ് നാലാമൻ യുദ്ധത്തിൽ വരുന്നത്. പക്ഷേ അത്രത്തോളമൊന്നും ആർമിയില്ല, വെറും 50,000 ആർമി മാത്രമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതായത് അൽപർസലാൻ അത്രയും ആൾക്കാരെ കൊണ്ട് മാത്രമാണ് വന്നത് എന്ന ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ആ യുദ്ധ സന്ദർഭത്തിൽ അന്ന് ഇവരുടെ പ്രധാനപ്പെട്ട ഷെയ്ഖായിരുന്ന, അതായത് മുസ്ലിം സൈന്യത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഷെയ്ഖായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ മലിക്, അദ്ദേഹം വെള്ളിയാഴ്ച യുദ്ധം തുടങ്ങുവാൻ കൽപ്പിക്കുകയും ആ യുദ്ധം അങ്ങനെ നമസ്കാരത്തിന് ശേഷം അൽപർസലാൻ മുസ്ലിം സൈന്യത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട്, അദ്ദേഹം ഒരു വെള്ള ഡ്രസ്സാണ് ഇട്ടിരുന്നത്, വെള്ള ഒരു കുപ്പായം, മുകളിലൂടെ കുപ്പായം ഇട്ടിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അഥവാ ഈ യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ ഞാൻ ഗാസിയാവും. അതായത് സാധാരണ തുർക്കി ചരിത്രത്തിൽ മുഴുവൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു വർത്തമാനം നമുക്ക് എവിടെയും കാണുവാൻ കഴിയും. ഷഹീദ്, അതായത് മരണമടയുകയാണെങ്കിൽ ഞാൻ ഷഹീദാവും, വിജയിക്കുകയാണെങ്കിൽ ഞാൻ ഗാസിയാവും എന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം ഈ ഒരു പ്രസംഗം എന്ന രീതിയിൽ അവരുടെ മുന്നിൽ അത് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ വേറെ ചില വർത്തമാനമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട്, ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു സുൽത്താനായിട്ടല്ല, നിങ്ങളിലെ ഒരാളായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലെ ഒരാളായിട്ടാണ് ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നത്. ആർക്കെങ്കിലും പോകണമെങ്കിൽ പോവാം, അവർക്ക് യാതൊരു പ്രശ്നമില്ല, കൂടെ നിൽക്കുന്നവർ എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം എന്ന രീതിയിലാണ് അദ്ദേഹം ആ പ്രസംഗം പറയുന്നതും അങ്ങനെ ആ യുദ്ധം ഉണ്ടാവുന്നതും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ സാധാരണ തുർക്കി രാജവംശങ്ങളുടെ, മുസ്ലിം ചരിത്രങ്ങളുടെയൊക്കെ യുദ്ധം നോക്കുമ്പോൾ പലപ്പോഴും ഒരു അറ്റാക്കിൻ്റെ ഒരു സ്വഭാവം കാണുവാൻ കഴിയും. എന്നാൽ പ്രത്യേകിച്ച് തുർക്കി രാജവംശങ്ങളുടെയൊക്കെ പലപ്പോഴും അറ്റാക്കിൻ്റെ സ്വഭാവമാണുള്ളത്. എന്നാൽ മെൻസിക്കർത്ത് അല്ലെങ്കിൽ മലാസ്ഗർത്ത് എന്ന് പറയുന്ന യുദ്ധത്തിൽ ഒരു സെൽഫ് ഡിഫൻസ് ആയിട്ടാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഇവരാണ് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നതും. അങ്ങനെ ഈ മലാസ്ഗർത്ത് എന്ന് പറയുന്ന ഈസ്റ്റേൺ തുർക്കിയുടെ ഭാഗത്ത് അവർ ഒരുമിച്ച് കൂടുകയും അവിടെ ഈ ചെറിയ സൈന്യം വലിയ സൈന്യത്തെ പരാജയപ്പെടുത്തുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇതിനെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് തുർക്കിഷ് പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും കാലത്തുണ്ടായിരുന്ന പല യുദ്ധങ്ങളോടും താരതമ്യം ചെയ്യുന്നത് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ബാറ്റിൽ ഓഫ് യർമൂക്ക് യുദ്ധവും ഖാദിസിയ യുദ്ധവുമായി ചേർത്ത് വെക്കുന്നുണ്ട്. യർമൂക്ക് യുദ്ധം എന്ന് പറയുന്നത് സിറിയൻ ഷാം പ്രദേശത്തുണ്ടായിരുന്ന ബൈസാൻഡിയൻ ഭരണകൂടത്തെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് യർമൂക്ക് യുദ്ധം. അതുപോലെ തന്നെ ഖാദിസിയ യുദ്ധം എന്ന് പറയുന്നത് അന്നത്തെ അവസാനമുണ്ടായിരുന്ന സാസാനി രാജവംശത്തെ, പേർഷ്യൻ സാസാനി രാജവംശത്തെ മുസ്ലിം ഭാഗത്ത്, ഇറാൻ ഇറാഖ് ഭാഗത്തു നിന്ന് തുടച്ചു നീക്കിയ യുദ്ധമാണ് ഖാദിസിയ യുദ്ധം. അപ്പം ഈ ഒരു യർമൂക്ക് യുദ്ധത്തെയും ഖാദിസിയ യുദ്ധത്തെയും മെൻസിക്കർത്ത് യുദ്ധത്തിലേക്ക് താരതമ്യം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, മെൻസിക്കർത്ത് യുദ്ധം ഒരു വലിയ ഹിസ്റ്റോറിക്കൽ ടേണിംഗ് പോയിന്റ് ആയിരുന്നു തുർക്ക് വംശങ്ങളുടെയും മുസ്ലിം ഭരണാധികാരികളെയും സംബന്ധിച്ചിടത്തോളം. അനത്തോളിയ എന്ന് പറയുന്ന ഒരു ഗേറ്റ് വേയിലേക്ക് കടന്നു വരാനുള്ള യുദ്ധമായിരുന്നു. അനത്തോളിയ അത് കടന്നു വന്നതോടുകൂടി പിന്നീടുള്ള എല്ലാവർക്കും അവിടുത്തെ ഒരു കൾച്ചറിലേക്ക് വരികയും പിന്നീട് ആധുനിക തുർക്കിയുടെ വളർച്ചയിലേക്ക് പോലും എത്തുന്ന തരത്തിലേക്ക് അനത്തോളിയൻ വിജയം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മെൻസിക്കർത്തിൻ്റെ വിജയം തുർക്ക് ഭരണകൂടവും വിവിധ ആൾക്കാരും ആഘോഷിക്കുന്നത്. അതായത് കസാഖിസ്ഥാൻ അടക്കമുള്ള വിവിധ ഭാഗങ്ങളൊക്കെയും ഈ മെൻസിക്കർത്ത് വിജയത്തെ ആഘോഷിക്കുന്നതും അതിനുവേണ്ടി സിനിമയും സീരീസൊക്കെ ഉണ്ടാക്കുന്നതും ആധുനിക തുർക്കിയുടെയും തുർക്കി രാഷ്ട്രങ്ങളുടെയും രൂപീകരണത്തിലേക്കും മുസ്ലിങ്ങളുടെ വ്യാപനത്തിലേക്കും ഒരു ഇസ്ലാമിക കൾച്ചറിൻ്റെ ഒരു മേധാവിത്വം രൂപപ്പെടുന്നതിന്
ഈ യുദ്ധം കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നിരവധി ഫലങ്ങൾ ഇതിലൂടെ ഉണ്ടായതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ എംപററിനെ പരാജയപ്പെടുത്തുകയും ആ എംപറിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തെ തടവ് പുള്ളിയാക്കി വെക്കുകയും ചെയ്യുന്ന ചരിത്രമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. സാധാരണ 1999 കുരിശുദ്ധം തുടങ്ങിയതായി ചരിത്രം രേഖപ്പെടുന്നത്. 1994-95 കാലങ്ങളിൽ അർബൻ പോപ്പ് രണ്ടാമൻ്റെ നേതൃത്വത്തിൽ മുഴുവൻ ക്രിസ്ത്യൻ അന്നത്തെ അധികാരികളെല്ലാം ഒരുമിച്ച് കൂടുകയും ഈ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള ഒരു ആഹ്വാനം നൽകുകയും അങ്ങനെ 1999 ആദ്യത്തെ ക്രുസേഡ് വാർ ഉണ്ടായി എന്നുള്ളൊരു ചരിത്ര വായനയാണ് നടക്കുന്നതെങ്കിൽ പോലും അതിനു മുമ്പേ പ്രാദേശികമായി മുസ്ലിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതാക്കണമെന്ന ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ട് 2 ലക്ഷം അടങ്ങുന്ന സൈന്യത്തെ കൊണ്ടുവന്ന ഒരു ചരിത്രമാണ് മെൻസിഗർദ് യുദ്ധം. ഒരു പക്ഷേ ക്രുസേഡ് വാർ ചരിത്രപരമായി രേഖപ്പെടുത്തിയത് ഇവിടുന്ന് തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് തന്നെയും അവിടുത്തെ പ്രാദേശികമായ മുസ്ലിങ്ങളുടെ സാന്നിധ്യത്തെ തുടച്ചു നീക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം അവിടെ വന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഇതാണ് ആ യുദ്ധത്തിൻ്റെ പ്രധാനമായും അന്ന് സംഭവിച്ച ഒരു വസ്തുത. പക്ഷേ ആ യുദ്ധത്തിൽ റോമനോസ് 4-നെ പിടിക്കുകയും അവസാനം ഇദ്ദേഹത്തെ തടവുള്ളിയായി വെക്കുകയും ഏകദേശം 10,000 അതായത് 1,00,000 ദീനാറിൻ്റെയോ ഒരുപാട് 1000 ദീനാറുകളുടെ റാംസം ജാമ്യത്തുക വാങ്ങിക്കൊണ്ടാണ് അദ്ദേഹത്തെ വിട്ടതെന്നും അതുപോലെ തന്നെ കൊല്ലാൻ വന്ന ഭരണാധികാരിയെ സ്വീകരിച്ചിരുത്തുകയും പരാജയപ്പെടുത്തി പിടിച്ചെടുത്ത് ക്യാപ്റ്റീവാക്കി വെക്കുകയും എന്നിട്ട് അദ്ദേഹത്തെ വധിക്കാതെ തിരിച്ചുവിടുകയും ചെയ്ത ചരിത്രവും കൂടിയാണ് മെൻസിഗർദ്. അതുപോലെ തന്നെ ഇദ്ദേഹം പരാജയപ്പെട്ടതോടുകൂടി ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ എക്കണോമി തകരുകയും സാമ്പത്തികമായും സൈനികമായും ഒരുപാട് തകർച്ച ഉണ്ടായതോടുകൂടി ഇസ്താംബൂളിൽ അവിടെ പട്ടാള അട്ടിമറി ഉണ്ടാവുകയും അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് നീക്കി മറ്റൊരാൾ ഭരണത്തിലേറി വരികയും ചെയ്ത ഒരു സാഹചര്യവും ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ഈ മെൻസിഗർദ് വിജയത്തിൻ്റെ ചില ഫലങ്ങളെന്ന് പറയുന്നത് ഈ അനത്തോളിയൻ ഭാഗത്തിൻ്റെ ഇസ്ലാമിക വ്യാപനമാണ്. തുർക്ക് രാജവംശങ്ങളുടെ തുടക്കമാണ് അവിടുത്തെ ഇസ്ലാമിക വ്യാപനമാണ്. അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ മുസ്ലിം കൾച്ചറിൻ്റെ ഒരു സങ്കലനം ഇതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗ്രീക്ക് ക്രിസ്ത്യൻസ് ഒരുപാട് അവിടുന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു പോവുകയും ഈ ഭാഗങ്ങളിലേക്ക് വിവിധ തുർക്ക് ട്രൈബുകൾ വന്ന് കുടിയിരിക്കുകയും അവിടെ അവർക്ക് വ്യാപനം സംഭവിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റിസൾട്ടും കൂടിയാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഇങ്ങനെ അൽപർസ്ലാൻ്റെ ജീവിതം 1972 അദ്ദേഹം ഈ വിവിധ ഭാഗങ്ങൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈസാൻഡിയൻ ആർമീൻ്റെ സാന്നിധ്യം ഇല്ലാതാക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം അവിടെ ഉണ്ടായിരുന്ന അർമീനിയക്കാരെയും അതുപോലെ തന്നെ അവിടുത്തെ ജോർജിയൻ അധികാരത്തെയും കൂടി അദ്ദേഹത്തിന് അവിടുന്ന് ഇല്ലാതാക്കുവാൻ കഴിഞ്ഞു, പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞു. അങ്ങനെ ഈ ഈസ്റ്റേൺ യൂറോപ്യൻ ഭാഗത്തേക്കുള്ള ഒരു വാതിൽ തുറന്നു കൊടുക്കലും കൂടിയായിരുന്നു ഇവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അർമീനിയൻ ജോർജിയൻ രാജവംശങ്ങളെ, അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തീയ ഭരണകൂടങ്ങളെ അദ്ദേഹം ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്ന മർവാനി മുസ്ലിം ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു, അവരുടെ സഹായത്തോടു കൂടിയാണ് പരാജയപ്പെടുത്തിയതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതായത് ചുറ്റുപാടുമുള്ള വിവിധ മുസ്ലിം ഡൈനാസ്റ്റികളെയും അദ്ദേഹം ക്രിസ്തീയ ഭരണകൂടങ്ങളെ പരാജയപ്പെടുത്തുന്നതിലേക്കും, അത് ഈ ക്രിസ്തീയ ഭരണകൂടം ആയതുകൊണ്ട് പരാജയപ്പെടുത്തുക എന്നതല്ല അവിടെ ഉദ്ദേശം. പകരം അന്ന് സ്വാഭാവികമായും ഒരു യുദ്ധമുഖമാണ്. കാരണം മുസ്ലിം സൈനിക സാന്നിധ്യം, മുസ്ലിം ഭരണ സാന്നിധ്യം ഒരു ക്രിസ്തീയ മേഖലകളിൽ ഉണ്ടാവുന്നത് സ്വാഭാവികമായും ക്രിസ്തീയ ഭരണാധികാരികൾ വെല്ലുവിളിയായി കാണുകയും യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയും അങ്ങനെ യുദ്ധത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുകയാണ് പലപ്പോഴും ഈ ഭാഗങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത്. ഇതൊക്കെയും അനത്തോളിയയുടെ വിജയവും ജോർജിയയുടെയും അർമീനിയയുടെയൊക്കെ വിജയങ്ങൾ ഈസ്റ്റേൺ യൂറോപ്യൻ ഭാഗങ്ങളിലേക്ക് മുസ്ലിങ്ങളുടെ ശക്തമായ ഒരു ഒഴുക്കിനും ഇസ്ലാമിക വ്യാപനത്തിനും അത് കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഈ മെൻസിഗർദ് വിജയത്തിന് ശേഷം
അബ്ബാസി ഖിലാഫ, വിജയത്തിന് മുമ്പ് തന്നെ ഒരു ചരിത്രം പറയണത് അബ്ബാസി ഖലീഫ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന അയച്ചു എന്നാണ്. അതായത് വിവിധ ഭാഗങ്ങളിൽ ഈ അൽപർസലാന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥനകൾ നടത്തി, ജുമാ ഭാഗങ്ങൾ സമയത്തൊക്കെ പ്രാർത്ഥന നടത്തിയെന്നും യുദ്ധം വിജയിച്ചതിന് ശേഷം അൽപർസലാനെ ദ ഗ്രേറ്റ് സുൽത്താൻ എന്നും കിങ് എന്നും, അതായത് മലിക് എന്നും സുൽത്താൻ എന്നും വിവിധ പേരുകൾ വിളിച്ചുകൊണ്ട് അബ്ബാസി ഖലീഫ ശക്തമായ അനുമോദനം നൽകിയെന്നും അതുപോലെ തന്നെ ബാഗ്ദാദിന്റെ ചുറ്റുഭാഗങ്ങളിൽ വിളക്ക് കത്തിച്ചുകൊണ്ട് സന്തോഷ പ്രകടനങ്ങളൊക്കെ നടത്തിയതായിട്ടും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കാരണം അബ്ബാസി ഖിലാഫത്തിനെ തന്നെ അവരുടെ അധികാര കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു ഇത്. നോമിനലായിരുന്നു ഭരണകൂടമെങ്കിൽ പോലും ഈ ഭരണകൂടം അൽപർസലാനും മലിക് ഷായും അടക്കമുള്ള എല്ലാവരും ഖലീഫയായിട്ടാണ് അബ്ബാസി ഖലീഫയെ അന്നും കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലുള്ള വിജയം ഒരു ഖിലാഫത്തിന്റെ ഭരണാധികാരി എന്ന നിലയിൽ ഖലീഫയും അതൊരു അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി എടുക്കുകയാണ് ഉണ്ടായതെന്നും നമുക്ക് അൽപർസലാന്റെ ചരിത്രത്തിൽ നോക്കുമ്പോൾ കാണുവാൻ കഴിയും. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ജനനം മുതൽ പ്രത്യേകിച്ച് 1963 ഭരണം മുതൽ 72 വരെയുള്ള കാലഘട്ടം വരെ പോരാട്ടങ്ങളുടെയും പിടിച്ചടക്കലുകളുടെയും കാലഘട്ടമാണ്. അതിൽ നിസാമുൽ മുൽക്കിനെ പോലുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ്സും പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ ഒരു വൈജ്ഞാനിക ഇന്റലക്ച്വൽ വിപ്ലവം നടത്തുവാൻ സമാന്തരമായി കഴിഞ്ഞു. പക്ഷെ കൂടുതൽ ഇദ്ദേഹം സൈനിക ദേശവ്യാപനത്തിനാണ് ഫോക്കസ് ചെയ്തത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഖറാഖാനിദ് എന്ന് വിളിക്കപ്പെടുന്ന ഇറാനിയൻ ഭാഗത്തുണ്ടായിരുന്ന വേറെയും മുസ്ലിം ഡൈനാസ്റ്റികളുമായും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ 1072 ചില സംഘർഷങ്ങൾ ഉണ്ടാവുകയും തിരിച്ചു വരുന്ന വഴി കൂടെ ഉണ്ടായിരുന്ന ഒരു തടവ് പുള്ളി ഇദ്ദേഹത്തെ കത്തി കൊണ്ട് കുത്തുകയും അതിൻ്റെ ഭാഗമായി മരണമടയുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം മലിക് ഷാ ഭരണത്തിലേറുന്നത് അതിന് പ്രത്യേക ഒരു സാഹചര്യവും കൂടിയുണ്ട്. മൻസിഗർദി യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വസ്തുത കൂടിയാണ്, അഥവാ ഞാൻ ഈ യുദ്ധത്തിൽ ഷഹീദായാൽ മരണപ്പെട്ടാൽ ഇനി അടുത്ത ഭരണാധികാരി വരുന്നത് എൻ്റെ മകൻ മലിക് ഷാ ആയിരിക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനവും കൂടി അന്ന് സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇദ്ദേഹം ഈ 1072 ഇയാൾ കുത്തുകയും അതിൻ്റെ പേരിൽ മരണമടയുകയും അങ്ങനെ മലിക് ഷായെ അടുത്ത ഭരണാധികാരിയായി എത്തുകയും ചെയ്യുന്നത്. ചരിത്രത്തിൽ പറയുന്നത് മലിക് ഷാ അന്ന് വളരെ ചെറുപ്പമായിരുന്നു, 13-14 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നിസാമുൽ മുൽക്ക് മലിക് ഷായുടെ പേരിൽ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകൾ കൊണ്ടു നടക്കുകയായിരുന്നു എന്നും പിന്നീട് മലിക് ഷാ നമ്മൾ ഇവിടെ ഇന്ത്യയിൽ കണ്ടതുപോലെ തന്നെ ബൈറാം ഖാൻ അക്ബറിൻ്റെ അധികാരം ഏറ്റെടുത്തതുപോലെ അക്ബർ പിന്നീട് വളർന്നു വന്നപ്പോൾ മുഴുവൻ അധികാരം കയ്യിലൊതുക്കിയതുപോലെ മലിക് ഷാ പിന്നീട് വളർന്നപ്പോൾ അദ്ദേഹം കയ്യിലൊതുക്കിയതായിട്ടാണ് ചരിത്രം കാണിക്കുന്നത്. എങ്ങനെയാണെങ്കിലും ഈ അൽപർസലാന്റെയും മലിക് ഷായുടെയും ചരിത്രത്തിൽ നിസാമുൽ മുൽക്കിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ പിന്തുണയും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനും പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഒബ്സർവേറ്ററികളും വാന നിരീക്ഷണങ്ങളും ഈ ഉമർ ഖയ്യാമിനെ പോലുള്ള അതുപോലെ തന്നെ ഇമാം ഗസാലിനെ പോലുള്ള വിവിധ സയൻറ്റിസ്റ്റുകളെയൊക്കെ കൂടെ നിർത്തുവാൻ കഴിഞ്ഞത് അൽപർസലാന്റെ ഒരു വിജയമായിരുന്നു. അൽപർസലാനാണ് നിസാമുൽ മുൽക്കിനെ ഭരണാധികാരിയായി കൂടെ കൂട്ടുന്നത്. ആ ഒരു സപ്പോർട്ടിൽ നിന്നാണ് ഈ സെൽജൂക്ക് രാജവംശത്തിൻ്റെ വളർച്ചയും വൈജ്ഞാനിക ശാസ്ത്രീയ വളർച്ചയും ഉണ്ടാവുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇതായിരുന്നു അൽപർസലാന്റെ ജീവിതം. ഇസ്ലാമിക ലോകത്ത് തുർക്കിക് വംശജരുടെ അവരുടെ ഒരു ആഭിജാത്യത്തിൻ്റെയും അവരുടെ ഒരു ഔന്നത്യത്തിൻ്റെയും അടയാളമായി അൽപർസലാൻ ഇന്നും ബാക്കി നിൽക്കുന്നത് ചുറ്റുപാടുമുണ്ടായിരുന്ന അവരുടെ തുർക്കിക് വംശജരുടെ എതിരാളികളെ പരാജയപ്പെടുത്തുകയും മൻസിഗർത്ത് പോലുള്ള പിന്നീട് ജോർജിയ അർമീനിയൻ ഭാഗത്തെ അവരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തി അവിടെ ഒരു മുസ്ലിം ഭരണകൂടം സുസ്ഥിരമായി സ്ഥാപിക്കുവാനും കഴിഞ്ഞു എന്നതുകൊണ്ടാണ്, ആ ഓർമ്മ ഇന്നും നിലനിർത്തുന്നതും കൊണ്ടാണ് ഈ അൽപർസലാൻ പോലുള്ള ബയൂക്ക് സെൽജൂക്കിലുടെയും മലിക് ഷാന്റെയും അൽപർസലാന്റെയും സീരീസുകൾ തുർക്കിയും കസാഖിസ്ഥാൻ പോലുള്ള രാഷ്ട്രങ്ങൾ സംയുക്തമായി പ്രക്ഷേപണം നിർമ്മിക്കുന്നത് എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.